ഒട്ടേറെ കാർഡുകൾ എൻ്റെ പേഴ്സിൽ തിരുകിയാണ് ഞാൻ നടക്കാറ്. അതിൽ പലതും വളരെ അത്യാവശ്യമുള്ളതല്ലെന്ന് അറിയാമെങ്കിലും അങ്ങനെ ചെയ്തു പോകുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് കേരള നേറ്റിവിറ്റി കാർഡ് എന്നൊരു പുതിയ കാർഡ് കൂടി കൊണ്ടുവരുന്നുണ്ട് അത്രേ. അപ്പോൾ ആ കൂട്ടത്തിലൊന്നായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 12 കാർഡുകളുണ്ട്. ഈ കാർഡുകളെല്ലാം ഓരോന്നിനും ഓരോ പർപ്പസാണ്. ഇപ്പോൾ എൻ്റെ ആവശ്യം എന്താ, ഇതെല്ലാം കൂടി ചേർത്ത് ഒറ്റ കാർഡാക്കണമെന്നാണ്. ആ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഞാൻ നമ്മുടെ FBയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടനെ തന്നെ എന്നോട് ആവശ്യപ്പെടുകയാണ് ഇതൊരു ഇവൻ്റാക്കിക്കൂടെ എന്ന്. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ 8:30-ക്കും 9:30-ക്കും ഇടയ്ക്ക് 9 മണിക്കും ഇടയ്ക്ക് ഇവൻ്റ് നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അതേ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില അതിഥികൾ വന്നു കയറി. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി അറിയാതെ വരുന്നവരും തന്നെയാണല്ലോ. ഞാൻ അവരെ സൽക്കരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അവർ വന്ന കാര്യം അന്വേഷിക്കുന്നതിനുമായിട്ട് കുറേ സമയം നീക്കി വെച്ചു. അങ്ങനെ ഉച്ചയായി. ആഹാരം കഴിച്ചു കഴിഞ്ഞാണ് അവർ പിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? അനവധി കാർഡുകൾ അവ ഐഡൻറ്റിറ്റി സംബന്ധമായവയാണ്. അത് സൂക്ഷിക്കേണ്ടി വരുന്ന ഹതഭാഗ്യവാന്മാരാണ് നമ്മൾ. ഇതിലേറ്റവും പ്രസ്റ്റീജിയസ് കാർഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആധാർ കാർഡ് തന്നെ. ആധാർ കാർഡിൽ 12 അക്കമുള്ള ഒരു നമ്പറുണ്ട്, നമ്മുടെ അഡ്രസ്സുണ്ട്, പിന്നെന്താ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ശരിയായ പേരുണ്ട്, അങ്ങനെ ചിലതെല്ലാം കൂടി ചേരുന്ന അഡ്രസ്സുമുണ്ട്. ഇങ്ങനെയൊക്കെ ചിലത് ചേരുന്നതാണ് ആധാർ. ആധാർ പലപ്പോഴും ബാങ്കുമായിട്ടും മറ്റു പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് വരികയാണ്. ആധാർ കാർഡിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഉള്ള ലോൺ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ കൈവശമുള്ളൊരു കാർഡ് റേഷൻ കാർഡാണ്. അത് ഒഴിവാക്കാനാവില്ലല്ലോ. റേഷൻ കാർഡ് ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് എൻ്റെ ഭാര്യയുടെ പേരിലാണ്. എങ്കിലും എൻ്റെ പേരൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പേര് കൊടുത്തിട്ടുണ്ട്, വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും. അതും ഒഴിവാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി സൂക്ഷിക്കുന്ന ഒരു കാർഡ്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ അംഗമായിട്ട് ചേർന്നു. ബി ആയിരുന്നു അംഗം. ബി എന്ന് പറഞ്ഞാൽ ബി ക്ലാസ് മെമ്പർഷിപ്പ്. അത് 20,670 ബി എന്നായിരുന്നു എൻ്റെ നമ്പർ. ഞാനത് വളരെ ആഹ്ലാദത്തോടെയാണ് സൂക്ഷിച്ചിരുന്നത്. ഒരു മെമ്പർഷിപ്പ് കാർഡിൽ കിട്ടിയാൽ പിന്നെ അതിനോടനുബന്ധമായിട്ട് 3, 4, 5 കാർഡുകൾ കിട്ടും. അത്രയും പുസ്തകങ്ങൾ എടുക്കാം. മുമ്പൊക്കെ നമ്മൾ ലൈബ്രറിയിൽ ചെന്നാൽ ലൈബ്രറിയൻ നമ്മുടെ പേരും എടുത്ത പുസ്തകത്തിൻ്റെ പേരും ഒക്കെ എഴുതി അങ്ങനെ കൊടുക്കും. നമ്മളെ കൊണ്ട് ഒപ്പിടിച്ച് കൊടുക്കുന്നൊരു പരിപാടിയായിരുന്നു. ഇപ്പോൾ അതില്ല. പകരം ഈ പുസ്തകത്തിനകത്ത് തന്നെ നമ്മുടെ പോക്കറ്റ് പോലെ ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു പുസ്തകത്തിന് 1 എന്ന രീതിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കാണെങ്കിൽ അവിടെ 4 പുസ്തകം എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട കാർഡാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പോകും, 4, 5 പുസ്തകങ്ങൾ എടുക്കും, തിരിച്ചു പോകും. അത് വായിച്ച് കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും. അങ്ങനെ അതൊരു സന്തോഷകരമായ കാര്യമായിരുന്നു. മറ്റൊന്ന് എനിക്ക് ഉള്ള ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു കാർഡാണ്. അപ്പം അത്
പി പാൻ പാൻ കാർഡ് എന്ന് പറയും. ഈ പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ, ശമ്പളം ഒക്കെ പറ്റുന്നവർ എല്ലാവരും അത് ഉപയോഗിക്കുക തന്നെ വേണം. മറ്റൊന്നാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള വേറൊരു കാർഡാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തരുന്ന നമ്മുടെ സമ്മതിദായക ഫോട്ടോ തിരിച്ചറിയൽ കാർഡ്. അത് ഈയിടയ്ക്ക് ഞാനത് പുതുക്കുകയുണ്ടായി. ഒരേ നമ്പർ തന്നെയാണ് എൻ്റെത്. ഇപ്പോൾ ഒരു നമ്പറിൽ അത് 7 അക്കവും 3 ഡിജിറ്റും ഉള്ളതാണ്. അതിൽ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. വേറൊന്ന് ഞാൻ എപ്പോഴും പോക്കറ്റിൽ കരുതുന്ന കാർഡാണ് ATM കാർഡ്. അതെല്ലാവർക്കും അറിയാം, ഓട്ടോമാറ്റിക് ടെല്ലിംഗ് മെഷീൻ. അതൊരു പണം എണ്ണി നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു മെഷീനാണ്. ആ മെഷീനകത്തേക്ക് ഈ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആ കാർഡ് പ്രവർത്തിക്കുന്നത് മൂലം അത് ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മളെ പേര് വിളിക്കും, ഹലോ രാമചന്ദ്രൻ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അവർ അഭിസംബോധന, നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടായിരിക്കും അവർ വരിക. അപ്പോൾ അതും നമുക്ക് അത്യന്താപേക്ഷിതം തന്നെയാണ്. ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചില ബാങ്കുകൾ വിസ കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും നൽകാറുണ്ട്. ഞാനതൊന്നും എടുത്തിട്ടില്ല, എങ്കിലും എൻ്റെ വീട്ടിലത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈയിടെയല്ല കുറച്ചു കാലം മുമ്പ് നമ്മുടെ റെസിഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡെന്ന് പറഞ്ഞൊരെണ്ണം തരികയുണ്ടായി. രജിസ്ട്രാർ ജനറൽ ഓഫ് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അത് തന്നത്. ഈ കാർഡ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീരപ്രദേശത്തുള്ള മുഴുവൻ പേർക്കും ഈ കാർഡ് വിതരണം ചെയ്തു. അതിനുവേണ്ടി വലിയ സംവിധാനങ്ങളായിരുന്നു. കമ്പ്യൂട്ടറുമായിട്ട് വീട്ടിൽ വന്ന് നമ്മുടെ കണ്ണും നമ്മുടെ തമ്പും ഒക്കെ പരിശോധിച്ച് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ ഹോം ഡിപ്പാർട്ട്മെൻ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരൊരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പോകാൻ പറ്റൂ. എൻ്റെ നമ്പർ 2234 ഞാൻ ഗൗരിയമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. എന്തെല്ലാം പറഞ്ഞാലും ചിലപ്പോൾ ചില സെക്യൂരിറ്റി ജീവനക്കാർ നമ്മെ ഒന്ന് വിഷമിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഈ കാർഡ് കരുതിയാണ് പോയിക്കൊണ്ടിരുന്നത്. മറ്റൊന്ന്, നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് തരും. ഞാൻ 4-5 സ്ഥാപനങ്ങളിൽ ജോലി നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം ജോലി ചെയ്ത കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നത് കൊണ്ട് അവിടുന്ന് ഒരു കാർഡ് മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതും പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലെത്തുന്നത്. ഇനി സർവ്വപ്രധാനമായൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹെൽത്ത് കാർഡാണ്. ഒരുപക്ഷെ ഞാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡ് ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ രോഗവിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടറിൽ ഏത് ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാലും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകും. ഞാൻ ചേർത്തലയിലെ വെട്ടയ്ക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സകനാണ്. എനിക്ക് മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകേണ്ടി വരുന്നു എന്ന് കരുതുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ UHID ഉള്ള ഈ കാർഡുമായിട്ട് ഞാൻ പോകുന്നത്. ഇതിന് ഹെൽത്ത് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മറ്റേ ടീച്ചറുണ്ടല്ലോ, പേര് ഞാൻ മറന്നു, ആ ടീച്ചറിൻ്റെ കാലത്ത് ഇറങ്ങിയതാണ്. ഇതുപോലെ പ്രയോജനപ്രദമായൊരു കാര്യമില്ല. സാധാരണ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മറ്റു കുറിപ്പുകളിൽ എല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അത് തന്നെ കാണും കുറേ അധികം. എനിക്ക് 80 വയസ്സാകുന്നു, 80 വയസ്സായി. അപ്പോൾ ഞാൻ എന്തുമാത്രം ഡോക്ടർമാരെ കണ്ടിരിക്കുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ എല്ലാം കുറിപ്പടികളുമായിട്ട് വേണം ഞാൻ പോകാൻ. എന്നാൽ ഈ കാർഡുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള എല്ലാ ചികിത്സാരേഖകളും ഡോക്ടറെ അടുത്ത് വരും. അപ്പോൾ അത് വളരെ വലിയൊരു പ്രയോജനമുള്ള, ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെയുള്ള കാർഡ്
കേരള ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് സംബന്ധിച്ചാണ്. എത്ര ആശുപത്രിയിൽ പോയാലും അവിടെ നിന്നെല്ലാം ഒരു കാർഡ് കിട്ടും. അതിൽ ഏറ്റവും പുതുമ നിറഞ്ഞ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ കണ്ണിൻ്റെ അസുഖത്തിന് ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ചപ്പോൾ അവിടെ നിന്നൊരു കാർഡ് കിട്ടി. ആ കാർഡിൽ എൻ്റെ കണ്ണടയുടെ പവർ കുറിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പോക്കറ്റിൽ നിന്ന് നടക്കാമല്ലോ. മുമ്പൊക്കെ കുറിപ്പൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ കൊറോണ കാലം വന്നപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഈ 3 കുത്തിവയ്പ്പുകൾ ഉണ്ടായിരുന്നല്ലോ, വാക്സിനേഷൻ, അത് 3ഉം എൻ്റെ വീട്ടിലുള്ള 6 പേരും ചെയ്തിരുന്നു. അപ്പോൾ അത് ഫൈനൽ സർട്ടിഫിക്കറ്റ് ഓഫ് COVID-19 വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് അവരെനിക്ക് തന്നു. അതിൽ നരേന്ദ്രമോദിയുടെ പടമെല്ലാം ഉണ്ട്. അതായിരുന്നിരിക്കും അവൻ്റെ ഉദ്ദേശം തോന്നുന്നു. നരേന്ദ്രമോദിയുടെ പടം എല്ലാ വീട്ടിലും എത്തിക്കുക. ഇനി ഇതുകൂടാതെ എന്തെല്ലാം തരം കാർഡുകളാണ് നമ്മുടെ വീട്ടിലുള്ളത്. ചില കടകൾ പ്രത്യേകമായിട്ടുള്ള കാർഡ് കൊടുക്കുന്നു. അവർക്ക് ഡിസ്കൗണ്ട് വേണമെങ്കിൽ അങ്ങനെയുള്ള കാർഡുമായിട്ട് അത്രയ്ക്ക് ചെല്ലുന്നത്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെല്ലാം കാർഡുകൾ ചുവന്നുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാർഡുകളെല്ലാം ഒറ്റ നമ്പറിൽ വരണം. അതിന് പറ്റിയ എന്തെങ്കിലും ഒരു മാർഗം ഗവൺമെൻറ് കണ്ടെത്തിയേ പറ്റും. ഇതല്ലെങ്കിൽ കാർഡുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതകളായിട്ട് പൊതുജനം മാറും. എന്താവശ്യത്തിനും ഒരു നമ്പർ, ജനിക്കുമ്പോൾ ഒരു നമ്പരം കൊടുക്കുന്നു. അപ്പോൾ ആ നമ്പർ അവൻ്റെ മരണം വരെ അവൻ്റേതായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ വേണം എന്ത് കാര്യമുണ്ടെങ്കിൽ നടത്താൻ. ഉദാഹരണത്തിന് വോട്ട് ചെയ്യണം, അത് ആ ഐഡൻറ്റി കാർഡ് നമുക്ക് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സാധനമായിട്ട് ഉപയോഗിക്കാം. ടാക്സ് അടയ്ക്കണം, ടാക്സ് ആവശ്യമായിട്ടുള്ള പാൻ കാർഡായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോന്നിനും പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഒറ്റ കാർഡാക്കി ഇത് മാറ്റുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഉടനെ തന്നെ കേരള നേറ്റിവിറ്റി കാർഡ് എന്നൊരു കാർഡ് കൊണ്ടുവരുന്നു. തികച്ചും അനാവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതേ ഇതുണ്ട്. പിന്നെ പൗരത്വരേഖയ്ക്ക് വേണ്ടിയാണല്ലോ ആധാർ കൊണ്ടുവന്നത്. ഇപ്പോൾ അവർ പൗരത്വരേഖയായിട്ട് അംഗീകരിക്കുന്നതുമില്ല. പിന്നെ ഏതാണാവോ പൗരത്വരേഖ? ഇവിടെ പൗരനാണെന്ന് തെളിയിക്കുന്നതിന് എന്ത് മാനദണ്ഡമാണുള്ളത്? അപ്പോൾ ഇപ്പോൾ പുതിയ രീതിയിലനുസരിച്ചിട്ട് പുതിയ അപ്പന്മാരുടെ ചരിത്രം തിരഞ്ഞിട്ട് അവരൊക്കെ ഇവിടുത്തുകാരായിരുന്നോ എന്ന് അന്വേഷിക്കുന്ന രീതിയാണ് മോഡി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്തൊരു തരം വിരോധാഭാസമാണ്. എത്ര വർഷമായിട്ട് ഒരാൾ ഇന്ത്യയിൽ താമസമുണ്ട് എന്നത് ചോദ്യം ചിരപുരാതന കാലം അവരെ ഇവിടെയുള്ളവരായിരുന്നോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതനുസരിച്ച് പൗരത്വരേഖ കൊടുക്കുകയുള്ളൂ എന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നടത്തുമായിരിക്കും. അപ്പോൾ എന്താ സംഭവം? പൗരന്മാരല്ല എന്ന് തോന്നുന്നവരെ പുറത്ത് കളയാൻ പറ്റും. അതിനു വേണ്ടിയുള്ളൊരു വിക്രിയായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നമ്മൾ തെറ്റി. ഞാൻ പറയുന്നത് കാർഡുകൾ അനവധിയാണ് നമുക്ക്. ആ കാർഡുകളെല്ലാം ഒറ്റ കാർഡ്, ഒറ്റ നമ്പർ ഇങ്ങനെയാക്കി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഗവൺമെൻറ് ശ്രമിക്കണം. താങ്ക് യു.